അവിടുന്ന് ഒന്നും മറുപടി പറഞ്ഞില്ല. ഇവരെ അഭിപ്രായം മൂത്ത് പല പല അഭിപ്രായം. അങ്ങനെയാണല്ലോ നമ്മള് ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ അഭിപ്രായങ്ങളിൽ എത്തി എവിടെ എത്താതെ വന്നപ്പോൾ അവർ ലാസ്റ്റ് പറഞ്ഞു അല്ലാഹു റസൂലു. ഇനി അള്ളാഹു അവന്റെ റസൂലിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് വിവരിച്ചു. ആരാ വിവരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ. ഷഹീദായി മരിച്ചു പോയ ആൾക്ക് കൂലിയുണ്ട്, അത് വളരെ ശരിയാണ്. എന്നാൽ ഇവിടെ രോഗത്തിൽ കിടന്ന് മരിച്ചു പോയ ആൾക്കാണ് ഷഹീദായി മരിച്ച ആളേക്കാൾ പ്രതിഫലമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ ചോദിച്ചു, എന്താണ് റസൂലേ അതിന്റെ കാരണം? അവിടുന്ന് അതിന്റെ കാരണം പറഞ്ഞത്, ഈ രോഗത്തിൽ കിടന്ന് മരിച്ച ആൾക്ക് 1, 2, 3 റമദാൻ മാസത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ അദ്ദേഹത്തിനാണ് കൂടുതൽ പ്രതിഫലമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മൾ പഠിക്കണം. നമ്മൾ ഈ യുദ്ധത്തിൽ ഷഹീദായ ആളേക്കാൾ കൂലി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു? അദ്ദേഹം 1, 2, 3 റമദാൻ മാസത്തിൽ ജീവിച്ചു. ഈ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ജീവിച്ചു. ആ കാരണത്താൽ അപ്പൊ റമദാൻ മാസത്തിന്റെ പ്രതിഫലം, റമദാൻ മാസത്തിന്റെ പവർ നമ്മൾ പഠിച്ചതാണ്. ധരിച്ചു കളയുന്ന മാസമാണ്, മാസങ്ങളുടെ നേതാവാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചുവെങ്കിലും ഒരു മനുഷ്യൻ റമദാൻ മാസം അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ചാൽ അവർക്ക് മറ്റെല്ലാത്തിനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ ഒരു വലിയ പ്രസംഗമൊന്നും നടത്തി തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് നമ്മളെ റമദാൻ മാസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ കൂടുതൽ കാലം റമദാൻ മാസത്തിൽ ജീവിച്ച് ദീർഘായുസ്സോട് കൂടി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാണ്. ആമീൻ. അതേപോലെ തന്നെ ഈ നോമ്പ് 7ലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് നമ്മളെ കൂടെ പ്രാർത്ഥന സ്മരിച്ച അല്ലെങ്കിൽ മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച റമദാൻ മാസം അഭിമുഖീകരിച്ച ആളുകളും എത്രയോ ആളുകൾ ഈ പ്രാവശ്യം നമ്മളെ കൂടെ ഇല്ല. എല്ലാ പള്ളിയിലും അങ്ങനെയായിരിക്കും. അള്ളാഹു അവർക്കൊക്കെ അവരൊക്കെ മരിച്ചു പോയി, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാണ്. ഞാൻ ഈ ചെറിയ രൂപത്തിൽ ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും ഞാൻ എങ്ങനെയാണെന്നും ഒക്കെ അറിയാവുന്ന എൻ്റെ കാരണവന്മാരുടെ കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞതും കേട്ടതുമെല്ലാം അവരുടെ സാലിയായമല്ലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും കബറിലേക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മളെ പണ്ഡിതന്മാർക്ക് അല്ലാഹു റഹ്മത്തും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. പ്രവാസികളായ ഒരുപാട് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവർ ഇല്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ നമ്മളെ നാട് തന്നെ ഉണരുമായിരുന്നില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കും നമ്മൾ അവരാണ് ഇവരാണ് നമ്മൾ നാട് ഉണർത്തിയതല്ല. നമ്മളെ പ്രവാസികൾ പോയിട്ട് വേറെ പോയിട്ട് ജീവിച്ചത് ഫലമാണ് നമ്മളെ നാടിന്ന് ഈ നിലക്കായത്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നാട്ടിൽ അതേപോലെ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഖുർആൻ പഠിക്കാനും അതുപോലെ അനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, ഉസ്താദുമാർ പറയാണ്, പശുവിന്റെ ചാണത്തിന്റെയും മൂത്രത്തിന്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പാല് വേർതിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഈ ഓരോ പ്രവർത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അതിന് തക്ക പ്രതിഫലം അല്ലാഹു